ഇന്ന് ക്ലാസ് പഠിപ്പിക്കുന്നത് ഒരു സ്കേർട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ്. അത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു സാരി എടുത്തേക്കുന്നത്. സാരിയിൽ അടിയിൽ ബോർഡറുണ്ട്, മുന്താണിയിൽ ഡിസൈനുണ്ട്. അപ്പോൾ മുന്താണി ഞാനത് ബ്ലൗസിനെടുക്കുന്നു, ഈ പ്ലെയിനായിട്ടുള്ളത് സാരിക്ക് എടുക്കുന്നു. മുന്താണി നമുക്ക് കണ്ടില്ല, അത് നമുക്ക് ഒഴിവാക്കി ബ്ലൗസിനെടുക്കാം. അപ്പോൾ ബ്ലൗസിലെടുക്കുമ്പോൾ ഇത് മുന്താണി എടുക്കാം, പ്ലെയിനായിട്ടുള്ളത് പാകുന്നു. നമുക്ക് സ്കേർട്ടിനുള്ളത് എടുക്കാം. സ്കേർട്ടിൻ്റെ ലെന്ത് വന്നേക്കുന്നത് 31 31-ന് നമുക്കിവിടെ ബോർഡർ ഉണ്ടായതുകൊണ്ട് അടിഭാഗത്ത് മടക്കി തയ്ക്കണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനും കൂടെ കൂട്ടിയെടുക്കണം 2 ഇഞ്ച്. അപ്പം അത് എടുക്കേണ്ടാത്തതുകൊണ്ട് ഫുള്ള് ഇറക്കം എത്രയെന്ന് വെച്ചിട്ട് അത് മുകളിൽ പടി വെക്കുമല്ലോ 2 ഇഞ്ച്, ആ പടിയുടെ വീതി മൈനസ് ചെയ്യണം. 2 ഇഞ്ച് മൈനസ് ചെയ്യണം. 31-ന് 2 ഇഞ്ച് മൈനസ് ചെയ്താൽ 29 കിട്ടും. അപ്പോൾ 29 നമുക്ക് എവിടെ കിട്ടുന്നതെന്ന് നോക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. 31 ഇറക്കം. 31-ൻ്റെ കൂടെ 2 ഇഞ്ചാണ് ഈ അടിഭാഗത്ത് ബോർഡറില്ലെങ്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് ബോർഡർ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണ്ട. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കറക്റ്റ് 31-ന് 2 ഇഞ്ച് മൈനസ് ചെയ്യണം. 2 ഇഞ്ച് മൈനസ് ചെയ്യുന്നത് ബോർഡർ നമ്മുടെ പടി വെക്കത്തില്ലേ, ആ പടി കുറയ്ക്കണം. നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് ആ പടി വെക്കുന്നത്. അപ്പോൾ ആ പടിയുടെ ഇറക്കം കുറയ്ക്കണം. അപ്പോൾ 29 31-ൽ നിന്ന് 2 ഇഞ്ച് പോയാൽ 29. 29-ൻ്റെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. 29. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തയ്യൽ തുമ്പിന് വേണ്ടി പടി കൂടെ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആവാനാണ് വേണ്ടി. അപ്പോൾ 29 മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യാം. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം, പാവാട ഉടുക്കുന്ന ആ ഭാഗത്തെ വണ്ണം വന്നേക്കുന്ന ആ കുട്ടിക്ക് 24 24-ൻ്റെ 4 ഇരട്ടി എടുക്കണം. നല്ല ഞുറുക് വേണമെങ്കിൽ 4 ഇരട്ടി എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ 3 ഇരട്ടിയായാലും മതി. ഞാനിപ്പോൾ ഇവിടെ തുണി ഉണ്ടായതുകൊണ്ട് 4 ഇരട്ടി എടുക്കുന്നുണ്ട്. 24-ൻ്റെ 4 ഇരട്ടി 96 വരും. അപ്പോൾ 96 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് നമുക്ക് 96 ഇഞ്ച് വീതി കട്ട് ചെയ്തെടുക്കാം. 96 ഇഞ്ച് വീതിയിലും 29 1/2 ഇഞ്ച് നീളത്തിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ടേപ്പിൻ്റെ വീതി നീളം നോക്ക്. ഇത് 60 ഇഞ്ചാണ് ഇതിൻ്റെ ടേപ്പിൻ്റെ വീതി. 60 എടുത്തു. ഇനി ഒരു 36 കൂടെ എടുക്കണം. കൂടെ എടുത്തിട്ട് അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 29 ഇഞ്ച് നീളത്തിൽ 96 ഇഞ്ച് വീതിയിലും തുണി കട്ട് ചെയ്തെടുത്തു. സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തു വെച്ച് പാവാടയുടെ പടിക്കുള്ള പീസും കട്ട് ചെയ്തു. 2 ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നാലും 2 ഇഞ്ച് വരുമ്പോൾ കട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് വീതി കൊണ്ട് തയ്ച്ച് വരുമ്പോൾ 2 ഇഞ്ച് വീതിയെ കാണാം കേട്ടോ. അപ്പോൾ അതിൽ മടക്കിയിട്ട് ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആ കട്ടി കിട്ടാൻ വേണ്ടി. ഓക്കെ.